ഹായ്, നമ്മളുടെ 2026 കേന്ദ്ര ബഡ്ജറ്റിലെ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് 2024 അതുപോലെ തന്നെ 25 ബഡ്ജറ്റിൽ ഒരുപാട് ചേഞ്ചസ് ആദായ നികുതിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷത്തിലേക്കൊക്കെ ഹൈക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതുപോലെയുള്ള ചേഞ്ചസുകളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ അതായത് നമ്മളുടെ ടാക്സ് പേയേഴ്സ് ഫേസ് ചെയ്യുന്ന ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ചില TCSമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ നല്ല കുറച്ച് ഇംപ്രൂവ്മെൻറ്റ്സുകൾ വരുത്തിയിട്ടുണ്ട് നമ്മളുടെ ഈ 2026 ബഡ്ജറ്റിൽ. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഇൻകം ടാക്സ് ആക്ട് ഉണ്ടല്ലോ, നമ്മുടെ 1961 ഇൻകം ടാക്സ് ആക്ട്, ഏകദേശം 65 വർഷത്തോളം പഴക്കമുള്ള ഇൻകം ടാക്സ് ആക്ട് ഈ ഏപ്രിൽ 2026 മുതൽ മാറാനായിട്ട് പോവുകയാണ്. ഇത് പല ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് പുതിയ അറിവായിരിക്കാം. ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോഴാണ് പലരും ഇൻകം ടാക്സ് ആക്ട് ഒക്കെ മാറാനായിട്ട് പോവുകയാണ് എന്നറിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ നമുക്കതിന് പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. നമ്മൾ ആദായ നികുതിയിൽ വന്ന ഒരു ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MACT ക്ലെയിംസ്, അതായത് മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ട് മുൻപേ തന്നെ എക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷെ അതിൽ നിങ്ങൾക്കറിയാം, പലപ്പോഴും ചിലപ്പോൾ 5-6 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ കോമ്പൻസേഷനൊക്കെ കിട്ടുക. 10 വർഷം കഴിഞ്ഞ് കോമ്പൻസേഷൻ കിട്ടിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു എമൗണ്ട് എന്തുണ്ടായിരിക്കും, അവിടെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 20 ലക്ഷമാണ് കോമ്പൻസേഷൻ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 ലക്ഷമൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ TDS പിടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഇൻട്രസ്റ്റ് ഇൻകം നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ പാർട്ടും ആയിരുന്നു. അപ്പോൾ ആ ഒരു വലിയ ഒരു ബർഡൻ, പ്രത്യേകിച്ച് ഒരു ഫാമിലിനൊക്കെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്സിഡന്റ് പറ്റി ചിലപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അവരുടെ വലിയ ഒരു ഗൃഹനാഥനോ അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ഇൻകം ഏണിംഗ് മെമ്പറൊക്കെ മരിച്ചു പോയിട്ടൊക്കെ ഉള്ള ഒരു കേസുകളിലൊക്കെ ഇതുപോലെ ഇൻട്രസ്റ്റ് മേലൊക്കെ TDS പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അത് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അത് വരുമാനത്തിൻ്റെ പരിധിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, അതുമ്പോൾ ഇനി TDS പിടിക്കലും ഉണ്ടായിരിക്കുകയില്ല. TDSൻ്റെ പരിധിയിൽ നിന്നും ഈ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണത്. അടുത്തതും ഒരു കംപ്ലൈൻസിന്റെ ഭാഗമായിട്ട്, ഒരു കംപ്ലൈൻസ് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് പല ട്രാൻസാക്ഷൻസിനും ചിലപ്പോൾ TDS അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വരുമാനത്തിന് ടാക്സ് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിലൊരു നോൺ TDS, അതായത് നിൽ TDS അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോവർ TDSന്റെ ഒരു ഫോം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രസന്റ്ലി ഫോം നമ്പർ 13 നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു സെനാരിയോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറൊക്കെയാണ് അത്. അപ്പോൾ കുറച്ച് അത് ഈസി ആക്കാനായിട്ട്, അതായത് ഒരു സ്മോൾ ടാക്സ് പെയർ എന്നുള്ള ഒരു സെഗ്മെന്റിന് വളരെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഇൻകം ടാക്സ് റൂൾസിലായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻകം ടാക്സ് റൂൾസ് 2025 റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് റൂൾസിലായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് 15G 15H ഫോമുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമുക്ക് നോൺ ഡിഡക്ഷൻ ഓഫ് TDS ആണ് വരുന്നത് ഈ 15G 15H ഫോമുകൾ. അപ്പോൾ ഇതിൽ പലപ്പോഴും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇപ്പോൾ ഒരുപാട് കമ്പനികളിൽ നമ്മളൊരു ബ്രോക്കർ വഴി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെപ്പോസിറ്ററി വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പല കമ്പനികളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു 5,000 റുപ്പീസിന് കൂടുതൽ നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ TDS അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനികളിലും പോയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു അസൗകര്യം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്ററിയുടെ അടുത്ത്, അതായത് NSDL-ലോ CDS-ലോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മളുടെ 15G 15H നമുക്ക് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർ എന്ത് ചെയ്യും, ബാക്കിയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഇന്റർമീഡിയറീസിൻ്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാ കമ്പനീസിൻ്റെ അടുത്തും അവർ എന്ത് ചെയ്യും, അത് ഷെയർ ചെയ്യും നടത്തും. അപ്പോൾ ഒരു സിംഗിൾ വിൻഡോ എന്നൊക്കെ പറയില്ല, അപ്പോൾ ഒരു സിംഗിൾ വിൻഡോ കൂടെ നമ്മുടെ ഈ ഒരു കംപ്ലൈൻസ് നമുക്ക് ഈസി ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെയും റൂൾസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അപ്പോൾ ഒരു സിംഗിൾ വിൻഡോ ഒരു ഫയലിംഗ്, ഈ 15Gയുടെ ഫയലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോമുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണത്.
നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത് നമ്മുടെ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മന്ത്സിനുള്ളിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിസംബർ 31 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റിട്ടേൺ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയപരിധി ഉണ്ടല്ലോ 12 മന്ത്സ്, അതായത് നമുക്ക് ഡിസംബറിലല്ല, നമുക്ക് മാർച്ച് 31 വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ റിട്ടേൺ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് വലിയൊരു അനുഗ്രഹമാണ്. പലപ്പോഴും പല കേസിലൊക്കെ ചിലപ്പോൾ TDS ഒന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ, അതായത് കുറച്ചും കൂടി ഒരു ഈസ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ഒരു കംപ്ലയിൻസ് കുറച്ചും കൂടി ഈസി ആക്കി, അപ്പോൾ നമ്മൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് 31 വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിട്ടേൺ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ചെറിയൊരു ഫീ കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് അതിൻ്റെ ഒരു ഫീ വരുന്നത്. അതല്ല 5 ലക്ഷത്തിൽ കൂടുതലാണെന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5000 റുപ്പീസാണ് അതിൻ്റെ ഒരു ഫീ വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി റിവൈസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്, അല്ലാതെ ബിലേറ്റഡ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, സേ നിങ്ങൾക്ക് ഡിസംബർ 31 ഉള്ളിൽ നിങ്ങൾ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ മാത്രമാണ് ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിലേറ്റഡ് റിട്ടേണിൻ്റെ ആ ഒരു ടൈം ലിമിറ്റ് ഇപ്പോഴും 9 മന്ത്സ് തന്നെയാണ്. അപ്പോൾ അത് എൻഹാൻസ് ചെയ്തിട്ടില്ല. റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. ഈ റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു ഈസി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകളായിട്ട് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നോൺ ഓഡിറ്റ് കേസുകളുടെ ITR ഫയലിംഗ്, അതായത് ഇപ്പോൾ ട്രസ്റ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരുടെയൊക്കെ നോൺ ഓഡിറ്റ് കേസുകളുടെ ഫയലിങ്ങുകൾ എല്ലാം നമുക്ക് വരുന്നത് ജൂലൈ 31 അതായത് പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടോ ബിസിനസ് ഒക്കെ ആയിട്ടോ വ്യത്യാസമൊന്നുമില്ല. ഞാൻ നോൺ ഓഡിറ്റ് കേസുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 നിന്ന് ആഗസ്റ്റ് 31 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ടാക്സ് പ്രാക്ടീഷണറെ, അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻകം ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ജൂലൈ 31 വരെ അറ്റ്ലീസ്റ്റ് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ക്ലയൻസിന് കിട്ടുകയാണ്. അതായത് നോൺ ഓഡിറ്റ് കേസുകളാണ് കേട്ടോ അത്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത്, പ്രത്യേകിച്ച് ഈ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇതൊരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമല്ല, 26-27 മാത്രമല്ല, അതായത് ഇൻകം ടാക്സ് ആക്ട് 2025 മാത്രമല്ല, നമ്മുടെ പഴയ ആക്ട് 1961 ആക്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഈ നമ്മളിപ്പോൾ ഈ ഫയൽ ചെയ്യാനായിട്ട് പോകുന്ന വർഷത്തേക്കും കൂടി ആ ഒരു ബെനിഫിറ്റ്, അതായത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കൂടി ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും നമുക്ക്. അപ്പോൾ അതും വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ്. ഈ NRIസുമായിട്ട് പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഒരു ആശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പലർക്കും അറിയാം, NRIs സെല്ലറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു TDS പിടിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, NRIസിന് പൈസ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് സാധാരണ നമ്മളെ 50 lakhsന്റെ 194IA എന്നുള്ളൊരു ആ ഒരു 50 lakhsന്റെ പരിധി പോലെയല്ല. ഇത് സെക്ഷൻ 195 അതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അത് കാരണം തന്നെ നമ്മൾ സാധാരണ ഫയൽ ചെയ്യുന്ന 26QB എന്നുള്ളൊരു ഫോം നമുക്ക് NRI ആണെന്നുണ്ടെങ്കിൽ, സെല്ലർ NRI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തിരി കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂട്ട്, അതായത് ബയ്യർ ടാൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഒരു 10-20 ഡേയ്സ് ഒക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ TDS ചലാൻ അടച്ച് അത് കഴിഞ്ഞിട്ട് TDS റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു, അതായത് കുറച്ച് നമ്മൾ സാധാരണ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. കുഞ്ഞൊരു കാര്യത്തിന്, അതായത് NRI ആണ് സെല്ലർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ TDS പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എന്ത് മാറ്റിയിട്ടുണ്ട്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ 26QBയിലൊക്കെ ചെയ്യുന്നത് പോലെ പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് NRIയുടെ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനൊക്കെ വളരെ ഈസി ആയിട്ട് ഇനി നടത്താവുന്നതുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ NRIസിൻ്റെ ഒരു ഡീൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടാൻ എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് സമയം മുൻപ് നഷ്ടപ്പെടാറുണ്ട്. ഇതൊരു ഈസ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ഒരു ഈസ് ഓഫ് കംപ്ലൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. TCSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. നമുക്കറിയാം, നമ്മളൊരു ഫോറിൻ ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 10 lakhs ഒക്കെ കഴിഞ്ഞ് വരുന്ന എമൗണ്ടിന് 20% ഒക്കെയാണ് എന്ത് വരുന്നത്, TCS വരുന്നത്. വലിയൊരു എമൗണ്ട് ആണ് വരിക. 1 കോടി രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് TCS വരുന്ന ഒരു അവസ്ഥയാണെന്ന് അർത്ഥം. അപ്പോൾ ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും TCS 5%. അപ്പോൾ ഇതെല്ലാം പല റേറ്റുകൾ, പല തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് 2% വളരെ ചെറിയ ഒരു റേറ്റിലേക്ക് TCSനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഒരു ഔട്ട്വാർഡ് റെമിറ്റൻസിന് വളരെ ചെറിയൊരു TCS ആണ് ഇനി മുതൽ വരാനായിട്ട് പോകുന്നത്.
നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈബാക്ക് ഓഫ് ഷെയർസ് വരുമ്പോൾ അത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 or 2 years ആയിട്ട് ആ ഒരു ബൈബാക്ക് ഓഫ് ഷെയർസിനെ കംപ്ലീറ്റ്ലി ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര ഒരു എന്താ നമ്മൾ നോക്കുമ്പോൾ ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒന്നും അല്ലായിരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ഇൻകം നമുക്ക് എന്തായിട്ട് വരുന്നു, നമുക്കൊരു ഡിവിഡൻഡ് ഇൻകം പോലെയൊക്കെയാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ലോസ് വന്നിരിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ ലോസിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ട് മുമ്പത്തെ പഴയ ഒരു സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടിയ പൈസ അപ്പോൾ അതൊരു ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. നല്ല വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു 8 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ April 1 മുതൽ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വരികയാണ്. നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ചില പ്രൊവിഷൻസുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് കംപ്ലീറ്റ്ലി ചില കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൽ വലിയ കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ല. 5 heads of income ഒക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പ്രൊസീജിയറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആക്ട് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങളിത് എന്താണ് മാറിയിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചേഞ്ച് വരുമ്പോൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, GST ആവട്ടെ, എന്ത് ചേഞ്ച് ആയാലും ചേഞ്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഇപ്പോൾ GST ഒക്കെ വന്നപ്പോൾ പല ആളുകൾക്കും സംഭവിച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നർത്ഥം. അപ്പോൾ നിങ്ങളൊരു ടാക്സ് പ്രാക്ടീഷണറോ അക്കൗണ്ടന്റോ അല്ലെന്നുണ്ടെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട്. വീക്കിലി ക്ലാസ്സസ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ റെക്കോർഡ്സും നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സെഷൻ ബൈ സെഷൻസ് ആയിട്ട് സെക്ഷൻ 1 തൊട്ട് 536 വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ഒരു ഡിസ്കഷൻ ഫോറം, കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻകം ടാക്സ് പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6,000 rupees ആണ്. അപ്പോൾ അതിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സെഷൻസും ക്ലാസ്സസും കോഴ്സസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും AI-യുടെ എല്ലാ ക്ലാസ്സസും, അതായത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള AI-യുടെ എല്ലാ വർക്ക്ഷോപ്പുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ ടാക്സ് ടോക്സ് നടത്തിയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാക്സ് ടോക്സ് കമ്മ്യൂണിറ്റിയുടെ കംപ്ലീറ്റ് റെക്കോർഡ്സ്, അതായത് ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഫയലിങ്ങിന് വേണ്ടി വരുന്ന സംശയങ്ങൾ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻസ് ആയിരുന്നു. ആ ഡിസ്കഷൻസിൻ്റെയും റെക്കോർഡ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ ഈ കോഴ്സിലേക്ക് ആക്സസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ഒരുമിച്ച് പഠിക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.